ശരിക്കും പറ്റിയിരിക്കുന്നത് ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ, ബഹുമാനപ്പെട്ട MLA? ഇപ്പൊ നഗരത്തിലുണ്ടായ കുടിവെള്ള പ്രശ്നം വാട്ടർ അതോറിറ്റി നിയമത്തിൽ നടത്തിയ ഒരു അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അവിടെ റെയിൽവേയുടെ ഒരു ഡബിളിങ്ങുമായി ബന്ധപ്പെട്ട് നിലവിലെ അലൈൻമെന്റ് മാറ്റി പുതിയ ലൈൻ സ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടന്നത്. അപ്പോൾ സാധാരണഗതിയിൽ വാട്ടർ അതോറിറ്റി ഒരു അറിയിപ്പ് പത്രമാധ്യമങ്ങളോട് നൽകി 48 മണിക്കൂർ കൊണ്ട് ആ വർക്ക് തീർക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് അപ്പുറത്തേക്കുള്ള ഒരു അറിയിപ്പ് നൽകിയിരുന്നില്ല. നഗരസഭയെ ബന്ധപ്പെടുകയോ ജില്ലാ ഭരണകൂടത്തെ ബന്ധപ്പെടുകയോ MLA-മാരെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായ ഒരു അറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് മാത്രമേ നഗരവാസികളും നഗരസഭയും ഒക്കെ ആ പ്രശ്നത്തെ കണ്ടുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ പണി 48 മണിക്കൂർ തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും 44 വാർഡുകളെ ഇത് ബാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു. അപ്പൊ ഇത് നഗരസഭയുടെ ഒരു പ്രശ്നമായിട്ടല്ല കാണേണ്ടത്. 48 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ഒരു പ്രവൃത്തി 5 ദിവസം 6 ദിവസത്തേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെട്ടു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തു. മേയറും MLA-മാരും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ അതിനകത്ത് പങ്കെടുത്തു. അപ്പോഴാണ് ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിക്കുകയും ഉടൻ തന്നെ നഗരസഭയും വാട്ടർ അതോറിറ്റിയും കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. അതിനകത്തൊരു വീഴ്ച വന്നിട്ടുണ്ട്. അത് വാട്ടർ അതോറിറ്റിക്ക് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ്. തിരുവനന്തപുരം പോലുള്ള വലിയ നഗരത്തിലെ കുടിവെള്ള ലൈനുകളുടെ ശൃംഖലയെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ ഈ വിഷയം കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായി വന്നൊരു വീഴ്ചയാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് പരാതി നൽകി വീഴ്ച അന്വേഷിക്കണമെന്നുള്ളത് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അത് നഗരസഭയുടെ വീഴ്ചയായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ 40-ലധികം കുടിവെള്ള ടാങ്കറുകൾ സജ്ജീകരിച്ച് വെള്ളം എത്തിക്കുന്നതിനാവശ്യമായിട്ട് ശ്രമങ്ങൾ നടത്തി. എല്ലാ വാർഡുകളിലും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ നടന്നു. അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇത് ശരിക്കും പിന്നെ MLA പറഞ്ഞതുപോലെ വെള്ളം എത്തിക്കുന്ന ലോറികളുടെ എണ്ണം കുറവായിരുന്നു എന്ന് പരക്കെ ഒരു പരാതി കേൾക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തായിരുന്നു പറയാനുള്ളത്? 40-ലധികം ലോറികൾ സജ്ജമാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയിൽ അത്തരമൊരു സംവിധാനം ഓൺലൈനായി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും വാഹനങ്ങൾ സജ്ജീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പൊ അത് വാഹനങ്ങളുടെ എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇത് വാട്ടർ അതോറിറ്റിയുടെ വെൻഡിംഗ് പോയിന്റുകളിൽ 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടി കഴിയൂ. അപ്പൊ അതിന്റെ ഒരു ഡിലേ ആണ് അവിടെ ഉണ്ടായത്. എങ്കിലും പരമാവധി പരാതികൾ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. MLA-മാരെയൊക്കെ ബന്ധപ്പെടുന്ന ആൾക്കാരെ ഈ വാഹനങ്ങൾ തന്നെ ക്രമീകരിച്ച് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി വേഗത്തിൽ സംഗതികൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ചെറിയ ഇടവഴികളിലും മറ്റുമൊക്കെ ചില പ്രയാസം വന്നിട്ടുണ്ട്. കാരണം ലോറികൾ കയറാത്തൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ നഗരസഭ എന്നുള്ള നിലയ്ക്ക് പരമാവധി വേഗത്തിൽ തന്നെ ആ കാര്യം ചെയ്തിട്ടുണ്ട്. MLA-യോട് ചോദിക്കാനുള്ളത്, താങ്കൾ ഒരു പഴയ മേയറാണ്. താങ്കളുടെ ഭരണകാലത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നഗരസഭയുടെ ആസൂത്രണത്തിന്റെ ഒരു ഫലക്കുറവ് ആണ് എന്ന് പൊതുജനം പറയുന്നതിൽ തെറ്റ് പറയാനാകുമോ? ഇല്ല, അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 48 മണിക്കൂർ കൊണ്ട് ഇത് തകരാർ പരിഹരിക്കുമെന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി അറിയിപ്പ് നൽകിയിരുന്നത്. സാധാരണഗതിയിൽ ഇത് ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവര് വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട നഗരസഭയെ ഈ കാര്യം അറിയിച്ച് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ച് ജനപ്രതിനിധികളെ അറിയിച്ച് കൂടുതൽ മുൻകരുതൽ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കണം. അവിടെയാണ് വാട്ടർ അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചത്. നഗരസഭയെ അറിയിക്കുകയോ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയോ MLA-മാരെ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതാണ് പരിശോധിക്കാൻ വേണ്ടി MLA എന്ന നിലയിൽ ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഗവൺമെന്റ് ഇപ്പൊ അത് ഉന്നത തലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് വീഴ്ച പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MLA, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇത് ഈ ഒരു തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞുകൊണ്ട് സർക്കാരിന് ഒരു കരിവാരി തേക്കാനുള്ള ഒരു ശ്രമമാണെന്ന്, ഇതെന്താ ഇവർക്ക് ഈ എഞ്ചിനീയറിംഗ് വിങ്ങിലുള്ളവർക്ക് നേരത്തെ ഇതൊന്നും അറിയാൻ പറ്റില്ല? ഇതൊരു അട്ടിമറിയാണോ എന്നൊരു സംശയം കൂടെ സാധാരണക്കാരന് ഉണ്ടാകുന്നുണ്ട്. സർക്കാരിന് ഒരു പേരുദോഷം ഉണ്ടാക്കുക. അല്ല, അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ നേമത്ത് നടക്കുന്ന പണിക്ക് ഒരു 4 വാൽവുകൾ അടച്ച് ഒരു 5-6 വാർഡുകളിൽ മാത്രം ബുദ്ധിമുട്ടുണ്ടായാൽ മതി. പകരം അരുവിക്കര ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു രീതി ഇതിന്റെ ഭാഗമായി വന്നു. അതിൽ ബോധപൂർവമായിട്ടുള്ള അട്ടിമറി സംശയിച്ചാൽ തെറ്റു പറയാൻ വേണ്ടി കഴിയില്ല. ഇതുൾപ്പെടെ പരിശോധിക്കാനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം അരുവിക്കര അടക്കം അടച്ച് ഇത്രയും അധികം വാർഡുകളിൽ പ്രയാസം ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല.
അപ്പൊ അരുവിക്കര ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുന്നറിയിപ്പ് ബന്ധപ്പെട്ട നഗരസഭയ്ക്കും ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്ക് നൽകേണ്ട ഉത്തരവാദിത്വം അതോറിറ്റിക്കുണ്ടായിരുന്നു. അപ്പൊ അതവർ ചെയ്തില്ല എന്നുള്ള ഒരു കൃത്യവിലോപം അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണ ശൃംഖലയെ സംബന്ധിച്ച് ധാരണയില്ലാത്ത ഉദ്യോഗസ്ഥർ അത് കൈകാര്യം ചെയ്തു. പണി ചെയ്യുന്ന ഇപ്പൊ നഗരത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, കരാറുകാരുണ്ട്. അപ്പൊ ഇവരുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഈ കാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ക്രൈസിസ് ഒഴിവാക്കാൻ